എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള ലാറ്ററൽ എൻട്രി പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ നൽകാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് അവസരം. സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെയാണ് നടക്കുന്നത്. അതായത് നാളെ രാവിലെ 10:30 മുമ്പായിട്ട് വിദ്യാർത്ഥികൾ അതത് പോളിടെക്നിക് കോളേജുകളിൽ എത്തിയിട്ട് നിങ്ങൾ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കേണ്ടതാണ്. ഒരു വിദ്യാർത്ഥിക്ക് ഒന്നിലധികം പോളിടെക്നിക് കോളേജിൽ പങ്കെടുക്കാൻ സാധിക്കുന്നതാണ്. ഒന്നിലധികം പോളിടെക്നിക് കോളേജുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ഒരു ഓതറൈസേഷൻ ലെറ്റർ പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ രക്ഷിതാവിൻ്റെ കയ്യിൽ, അതായത് നിങ്ങൾ ആരെയാണോ അയക്കുന്നത് അവരുടെ കയ്യിൽ ഓതറൈസേഷൻ ലെറ്ററും നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒക്കെ അറ്റസ്റ്റ് ചെയ്ത കോപ്പിയും നൽകിയിട്ട് അവരെ ആ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ട, അതായത് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒഴിവിലേക്കാണ് നിങ്ങൾ പങ്കെടുക്കുന്നത് അതിനായിട്ട് അവരെ അയക്കാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഇവിടെ വേക്കൻസി പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലെ പോളിടെക്നിക് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലെ വേക്കൻസിയാണ് അറിയേണ്ടത് ആ ഒരു പോളിടെക്നിക് കോളേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ഓരോ കോളേജിലും എത്ര വീതം വേക്കൻസിയാണ് ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ അടുത്തൊരു ജില്ല സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ ആ ഒരു ജില്ലയിലെ തന്നെ മറ്റൊരു കോളേജ് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ രണ്ടാമത് വീണ്ടും സെലക്ട് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു വേക്കൻസി കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു കോളേജിലെ വേക്കൻസി അറിയാനായിട്ട് നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേക്കൻസി കാണാൻ സാധിക്കും. അപ്പോൾ ചില പോളിടെക്നിക് കോളേജിൽ നിരവധി വേക്കൻസികൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ട പോളിടെക്നിക് കോളേജ് ഏതാണോ അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷനുള്ള ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവഴി അപേക്ഷിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നാളെ രാവിലെ 10 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോളിടെക്നിക് കോളേജിൽ ഹാജരായിട്ട് നിങ്ങൾക്ക് അവിടെ നിന്നും ഈ ഒരു അലോട്ട്മെൻറ്റിനുള്ള ആപ്ലിക്കേഷൻ നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സ്പോട്ട് അഡ്മിഷൻ വഴി നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 14,000 രൂപ ഫീസ് വരും. അത് നിങ്ങൾ ATM കാർഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു PTF ഫണ്ടിനത്തിൽ ഏകദേശം 2,700 രൂപയോളം വരും. അത് പൈസയായിട്ട് അടക്കേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇവിടെ പ്രിൻറ്റ് സബ്മിറ്റഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഒരു ഡീറ്റെയിൽസ് നൽകി ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. ഇവിടെ സ്പോട്ട് അഡ്മിഷൻ കൗൺസിലിംഗ് ഷെഡ്യൂൾ എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓരോ ജില്ലയിലെയും പോളിടെക്നിക് കോളേജുകളുടെ ഷെഡ്യൂൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളതിൽ ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു നീല കളറിൽ ഒരു ഡൗൺലോഡ് ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നിങ്ങൾക്ക്, അതായത് ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നൽകാനായിട്ട്, അതായത് ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ആ ഒരു ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഓരോ കോളേജിൻ്റെയും സമയം രാവിലെ 9 മണി മുതൽ 11 മണി വരെ. അതുപോലെ തന്നെ ചില പോളിടെക്നിക് കോളേജിൻ്റെ രാവിലെ 10:30 മുമ്പായിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും അന്നേ ദിവസം അപേക്ഷ സമർപ്പിച്ച് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് അഡ്മിഷൻ നേടാവുന്നതാണ് എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതായത് വനിതാ പോളിടെക്നിക് കോളേജ് നമുക്ക് ജസ്റ്റ് വേറെ ഏതെങ്കിലും സെൻട്രൽ പോളിടെക്നിക് കോളേജിൻ്റെ നോക്കാം. അപ്പോൾ ഈ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഏതൊരു പോളിടെക്നിക് കോളേജിൻ്റെയും ഈ ഒരു രീതിയിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ അവിടെ എത്ര ഒഴിവുണ്ട്, ഏതൊക്കെ കോഴ്സുകൾക്ക് ഒഴിവുണ്ട് എന്നുള്ളത് ചില പോളിടെക്നിക് കോളേജുകൾ കറക്റ്റായിട്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 18,000 രൂപയാണ്, അതായത് ഈ ഒരു ഫീസ് ആനുകൂല്യം ഉള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ 15,000 രൂപ, അതുപോലെ മറ്റുള്ളവർക്ക് ഏകദേശം 18,000 രൂപയും ഈ ഒരു UPI അല്ലെങ്കിൽ കാർഡ് വഴി നിങ്ങൾക്ക് അടക്കാൻ സാധിക്കുന്നതാണെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചില കോളേജിൽ 14,000 രൂപയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും ഷെഡ്യൂൾ, നിങ്ങൾക്ക് ഏത് പോളിടെക്നിക് കോളേജിലാണ് നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഷെഡ്യൂൾ കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു പോളിടെക്നിക് കോളേജുകളിൽ നിങ്ങൾ അതായത് നിങ്ങളുടെ രക്ഷിതാവിനെ കൂട്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു അഡ്മിഷന് ഹാജരാവേണ്ടത്.
ചില കോളേജിൽ 19-ാം തീയതിയും അതുപോലെ തന്നെ 20-ാം തീയതിയും ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ലാറ്ററൽ എൻട്രി വഴി പോളിടെക്നിക് കോളേജ് അഡ്മിഷൻ അപേക്ഷ നൽകിയവരും പുതുതായിട്ട് അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാമെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഓരോ പോളിടെക്നിക് കോളേജിൻ്റെയും കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ ഷെഡ്യൂൾ എപ്പോഴാണ് ഏത് ദിവസമാണ് ഹാജരാവേണ്ടത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. എല്ലാ പോളിടെക്നിക് കോളേജിലും നാളെ തന്നെ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും ഇതിൽ നൽകിയിട്ടുണ്ട്. അതായത് ഇതുവരെ ഏതെങ്കിലും പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി വഴി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിൻ്റെ ആ റെസിപ്റ്റ്, അതുപോലെ തന്നെ അതായത് നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു അഡ്മിഷൻ എടുത്തതിൻ്റെ ആ ഒരു റെസിപ്റ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്കിതിൽ പങ്കെടുക്കാമെന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ നിലവിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു അപേക്ഷ നൽകാം എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്ത് അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഷെഡ്യൂളിൽ കറക്റ്റായിട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ അതായത് നൽകിയിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളുടെ ജില്ലയിൽ അതായത് നിങ്ങളുടെ വീടിനടുത്തുള്ള പോളിടെക്നിക് കോളേജിൽ വേക്കൻസി ഉണ്ടോ എന്നുള്ളത് വേക്കൻസി പൊസിഷൻ വഴി പരിശോധിക്കുക. അതുപോലെ സ്പോട്ട് അഡ്മിഷൻ ഷെഡ്യൂൾ വഴി നിങ്ങളുടെ ആ ഒരു തൊട്ടടുത്തുള്ള പോളിടെക്നിക് കോളേജ് അല്ലെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന പോളിടെക്നിക് കോളേജിലെ ഷെഡ്യൂൾ എപ്പോഴാണ്, അതായത് ഏത് സമയത്താണ്, എത്ര ഒഴിവാണുള്ളത്, എന്തൊക്കെ ഡോക്യുമെൻറ്റ് വേണം എന്നുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ